മടുത്ത് ഒരാളില്ല എന്നെ സഹായിക്കാന്. എനിക്ക് കഴിയില്ല, നടുവും പുറമൊന്നും ഇല്ല എനിക്കിപ്പോ. ആരെങ്കിലും ഉണ്ടോ എന്നെ ഒന്ന് സഹായിക്കാനായിട്ട് ഈ വീട്ടില്? പാവന്റെ അമ്മ. ഞാൻ ഒന്നും ഈടെയായിട്ട് അമ്മേനെ സഹായിക്കുന്നില്ല. ജോലി തിരക്കാണെന്നൊക്കെ പറഞ്ഞാലും പാവം ഉണ്ടാവും. അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കണ്ടേ. ഇന്ന് ഞാൻ എല്ലാ കാര്യവും വീട്ടിൽ ചെയ്തിട്ട് അമ്മേനെ ഹാപ്പി ആക്കുന്നു വയ്ക്കും. പിന്നെ ഷട്ട് ഡൗൺ ചെയ്യട്ടെ. അമ്മേ എന്തിനാ? അല്ല, സഹായിക്കാൻ ഞാനും അമ്മേനെ ഹെൽപ്പ് ചെയ്യേ. അതാ ഇവിടെ എല്ലാം എന്തെല്ലോ ആയിനി. ഞാൻ ഇതെല്ലാം വൃത്തിയാക്കേ. തൊട്ട് പോകരുത്, ഞാൻ പറഞ്ഞിട്ടില്ലാന്ന് വേണ്ട എന്നോട്, കേട്ടിനാ? ഇനിയൊന്നും എന്റെ ഏതായാലും ഒരു വൃത്തി ഉണ്ടാവില്ല. എന്നെ കൂടെ ഇരട്ടി പണി എടുപ്പിക്കാനല്ലേ? അവിടെ വെക്കാടാ. എന്നാ ഇത് വേണ്ട, ഞാൻ തുടയ്ക്കാം. ഇവിടെ ഇവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കാം. എന്ത് നിന്റെ പ്രശ്നം? എന്നോട് ഞാൻ പറയില്ല തുടണ്ടാന്ന്. അമ്മ തുണി മടക്കുമായിരുന്നോ? എന്നാ പറയണ്ടേ? ഞാൻ ഹെൽപ്പ് ചെയ്യാം. അടിച്ച് ഞാൻ ഷേപ്പ് ചെയ്യാൻ മാറ്റും, കേട്ടിനാ? ഇന്റെ ഒരു സഹായം എനിക്ക് വേണ്ട. എന്റെ സഹായം ഇല്ലാണ്ടല്ല ഞാൻ ഇവിടെ ഇത്രയും കാലം പണിയെടുത്തത്. ഇന്റെ ഒരു സഹായം എനിക്ക് വേണ്ട. എല്ലാം എന്നെ കൊണ്ട് ഇരട്ടി പണിയെടുപ്പിക്കാനായിട്ട് അച്ഛനും മക്കളും. ഓ, ഇങ്ങനെ സഹായിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഞാൻ ഇത്രയും കാലം ഇവിടം വരെ എത്തിയത്. എന്നൊന്നും വേണ്ട. ഞാൻ അമ്മയ്ക്ക് ഒരു അടിപൊളി ഓംലെറ്റ് ഉണ്ടാക്കി തരാം. ഉച്ചയ്ക്ക് ചോറിന് എന്റെ സ്പെഷ്യൽ ഓംലെറ്റ്. ഓ, എന്തിനാന്ന് എന്തിനാന്ന് പാത്രം മുഴുവൻ ഞാൻ കഴുകാനാ? ഒന്നും എനക്ക് ചെയ്യണ്ട. നീ പോയിക്കോ, പോ രാജകുമാരി, പോയിക്കോ. റൂമിൽ പോയി ഇരുന്നോ, ഫോൺ തോണ്ടിയിരുന്നോ കേട്ടാ. ഞാനൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ വരാനേ പാടില്ലായിരുന്നു. വന്നത് എന്റെ മിസ്റ്റേക്കാ. സോറി സോറി സോറി. 5 minutes later. എന്റെ നടുവും പുറമില്ല. എന്നെ ഒന്ന് സഹായിക്കാൻ പോലും ഈ വീട്ടിൽ ആരുമില്ല. എനിക്ക് കഴിയുന്നില്ല. എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ ഒരു അവസ്ഥ.